പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ടി.എൻ. പ്രകാശിൻ്റെ ഒരു കഥയാണ്. കഥയുടെ പേര് വിധികർത്താക്കളുടെ ശ്രദ്ധയ്ക്ക് എന്നാണ്. ഈ കഥയിൽ ഒരു വിദ്യാലയ അന്തരീക്ഷമാണ് കടന്നു വരുന്നത്. അവിടെ നടക്കുന്ന യൂത്ത് ഫെസ്റ്റിവലുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. അവഗണിക്കപ്പെടുന്ന ചില കുട്ടികൾ എത്രമാത്രം കഴിവുള്ളവരാണ് എന്ന് നമ്മോട് വിളിച്ചു പറയുന്ന ഒരു കഥയാണ്. ഒരു അധ്യാപകൻ്റെ അലിവുള്ള മനസ്സാണ് നമുക്കിതിനു പിന്നിൽ കാണാൻ കഴിയുക. ഒരു കലാപ്രതിഭയെ കണ്ടെത്തുന്നതിൽ ഒരധ്യാപകൻ വഹിക്കുന്ന പങ്ക് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇത്തിരി മനസാക്ഷിയൊക്കെയുള്ള ഒരു അധ്യാപകൻ്റെ ചുമതല നമ്മളിവിടെ കാണുകയാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം അല്ലേ? വിധികർത്താക്കളുടെ ശ്രദ്ധയ്ക്ക് ടി.എൻ. പ്രകാശ്. നാടോടി നൃത്ത മത്സരത്തിലെ അവസാനത്തെ കോഡ് നമ്പറാണ് അറിയിച്ചത്. 2 തവണ ആവർത്തിച്ച് അറിയിപ്പ് കൊടുത്തിട്ടും അരങ്ങിലേക്ക് ആരും കടന്നു വന്നില്ല. മൂന്നാമത്തേതും അവസാനത്തേതുമായ അറിയിപ്പ് ഒരു താക്കീതിൻ്റെ സ്വരത്തിൽ വിളിച്ചു പറയുമ്പോഴേക്കും ഉണങ്ങിക്കരിഞ്ഞ കപ്പത്തണ്ട് പോലൊരു പെൺകുട്ടി അരങ്ങിലേക്ക് കയറി വന്നു. സൈഡ് കർട്ടൻ അരികിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് മഹത്തായ ഒരു കാര്യം ചെയ്യുന്ന വിധം മൈക്കിലൂടെ മത്സര പരിപാടികൾ വിളിച്ചു പറയുന്ന എൻ്റെ അരികിൽ പതർച്ചയോടെയാണ് അവൾ നടന്നു വന്നത്. ആദ്യമായി അരങ്ങ് കാണുന്ന ഒരു കൊച്ചു പെണ്ണിൻ്റെ അന്താളിപ്പിലേറെ അവളുടെ മുഖത്ത് ഒളിഞ്ഞു നിന്നത് ഏതാണ്ടൊരു കുറ്റബോധമായിരുന്നു. അവളുടെ കയ്യിലുള്ള കോഡ് നമ്പർ എഴുതിയ ചായം പുരണ്ട ചീട്ട് വാങ്ങിക്കാൻ കൈ നീട്ടിയപ്പോഴാണ് ഞാൻ അവളുടെ മുഖം ശരിക്കും ശ്രദ്ധിച്ചത്. കൈത്തഴക്കമില്ലാത്ത ആരോ വാരിത്തേച്ച ചായം അവളുടെ കറുത്ത മുഖത്ത് ഭൂപടങ്ങൾ വരച്ചിട്ടുണ്ട്. ഫൗണ്ടേഷൻ പേസ്റ്റും റോസ് പൗഡറും ഇഴുകിച്ചേരാത്തിടത്തൊക്കെ ഉഴവുചാലുകൾ തെളിഞ്ഞു കാണുന്നുണ്ട്. പുരികങ്ങൾക്ക് മേൽ വട്ടമിട്ട സിങ്ക് വൈറ്റ് ഒലിച്ചു താണിട്ടുണ്ട്. കണ്ണെഴുതിയത് അങ്ങുമിങ്ങും തേഞ്ഞുമാഞ്ഞ് വികൃതമായിട്ടുണ്ട്. ചുണ്ടുകളിലെ ലിപ്സ്റ്റിക്ക് ഉണങ്ങി വരണ്ട് പാണ്ടു പിടിച്ച പോലുണ്ട്. ഇരു കവിളുകളിലും മൂക്കിൻ തുമ്പിലും ചുട്ടിക്കുത്തിയ മട്ടിൽ റെഡ് ലിഡിൻ്റെ ചുവപ്പ് മയമില്ലാതെ എഴുന്നു നിൽക്കുന്നുണ്ട്. അവളണിഞ്ഞ ഉടുപ്പുകളാവട്ടെ ആരോടോ ഇരവ് വാങ്ങിയതാണെന്ന് തീർച്ചയായിരുന്നു. പലരും ഉപയോഗിച്ച് പഴകി ദ്രവിച്ച ആ ഉടുപ്പിൽ ആകർഷകമല്ലാത്ത വിധം സ്വർണവും വെള്ളിയും നിറങ്ങളിലുള്ള ഗിൽറ്റ് പേപ്പർ ഒട്ടിച്ചു വച്ചിട്ടുണ്ട്. എന്തിനധികം, എല്ലാം കൂടി നോക്കിയാൽ അവൾ ഒരു തെരുവ് സർക്കസിലെ കോമാളിപ്പെണ്ണിനെ പോലുണ്ട്. എന്നെ അമ്പരിപ്പിച്ചത് ഇതൊന്നുമല്ല. ഈ കുട്ടിക്ക് ആരായിരിക്കും ഇത്തരം ഒരു സാഹസത്തിന് ധൈര്യം പകർന്നു കൊടുത്തിരിക്കുക? നഗരത്തിലെ പണക്കാരുടെയൊക്കെ മക്കൾ പഠിക്കുന്ന സ്കൂളാണിത്. കലയും സാഹിത്യവും ഒക്കെ അവരുടെ പ്രദർശന അലമാരകളിലെ കൗതുക വസ്തുക്കളാണ്. പാട്ടും കൂത്തും ആട്ടവുമൊക്കെ അവർ പറയുന്നിടത്തേ നിൽക്കാറുള്ളൂ. അവളുടെ മൂക്കിന് താഴെ വിയർപ്പ് തുള്ളികൾ തെളിഞ്ഞു കാണായി. അപ്പോഴേക്കും അവൾ മുന്നേ മേളക്കൊഴുപ്പോടെ നാടോടി നൃത്തം അവതരിപ്പിച്ച കുട്ടിയും അവളുടെ അമ്മയും കളിയാശാനും പിൻപാട്ടുകാരനും ചമയക്കാരനും മേളക്കാരും സഹായികളും ഒക്കെ ഒരു ഘോഷയാത്ര കണക്കെ അണിയറയിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരുന്നു. ഇനി എന്താ താമസം? ഞാൻ ചോദിച്ചു. അവൾ എന്തോ പറയാൻ വേണ്ടി ചുണ്ടുകൾ വിടർത്തി. അപ്പോൾ അവളുടെ ചുണ്ടുകൾക്കിടയിൽ കൊച്ചു കൊച്ചു നക്ഷത്രങ്ങൾ തിളങ്ങി. പറകുട്ടി, നിന്റെ പാട്ടുകാരനെവിടെ? മേളക്കാരെവിടെ? അവൾ ഒന്നും മിണ്ടിയില്ല. താണ്ഡവമാടി ക്ഷീണിച്ചതുപോലെ അവൾ നിന്നു. സദസ്സിൻ്റെ അസ്വസ്ഥത അങ്കലാപ്പായി വഴിമാറുന്നുവെന്ന് തോന്നിയപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ എൻ്റെ ദുർവാസാവിനെ പുറത്തെടുത്തു. പറയടോ, നീ കളിക്കുന്നുണ്ടാ? അവൾ തലയാട്ടി. കളിക്കുന്നുണ്ടെന്നോ ഇല്ലെന്നോ ആ തലയാട്ടലിൽ നിന്ന് എനിക്ക് വ്യക്തമായില്ല. എങ്കിലും കളിക്കാൻ തന്നെയാണ് കുട്ടിയുടെ ഭാവം എന്ന് പ്രതീക്ഷിച്ച് ഞാൻ വീണ്ടും ഒച്ച വെച്ചു. നിന്റെ പാട്ടുകാരൻ എവിടെ? ഇപ്പോൾ പൊട്ടിവിടർന്ന ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ അവൾ പേടിച്ച് ചുണ്ടുകൾ ഒന്നുകൂടി പിളർത്തി. കാണുന്നില്ല മാഷേ. ആരാ ആള്? വേം പറഞ്ഞോ. 7 ശീല സിബ.
സിബയോ? ആണോ പെണ്ണോ? ഓല് പെണ്ണാണ് മാഷേ. അവൾക്ക് ചെറിയൊരു ചിരി പൊട്ടി. ആ ചിരി ഒരു ആശ്വാസമായി അവളുടെ വിയർപ്പു തുള്ളികളിൽ പടർന്നു വീശി. അവൾ ഒരു ദീർഘനിശ്വാസം അനായാസം പുറത്തേക്കെറിഞ്ഞു. തെല്ലുപോലും സമയം കളയാതെ ഞാൻ മൈക്കിലൂടെ വിളിച്ചു പറയാൻ തുടങ്ങി. 7C-യിലെ സിബ എന്ന പെൺകുട്ടി സദസ്സിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അടിയന്തിരമായി സ്റ്റേജിൽ എത്തണമെന്ന് വീണ്ടും വീണ്ടും. സദസ്സിളകുന്നതും മർമരം പൊഴിക്കുന്നതും ഇടയ്ക്ക് ചൂളം വിളിക്കുന്നതും ഒക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അതിനിടയിൽ യുവജനോത്സവ കമ്മിറ്റിയുടെ കൺവീനർ വാസുദേവൻ മാഷ് ഓടിയെത്തി കർട്ടനിടയിലൂടെ തല നീട്ടി ഒച്ച വെച്ചു. എന്താ ഇത്? മണി 5 തനിക്ക് താഴെ മേലെ നോക്കാതെ നടക്കാനാവും പോലെ ബാക്കിയുള്ളവർക്കാവില്ല. വൈകി എത്തിയ ഭദ്രകാളി ചൂലെടുക്കും. വാസുദേവൻ മാഷേ, ഒരുവിധ സമാധാനിപ്പിച്ചു. പെട്ടെന്ന് ചൂടായിപ്പോയതിൽ പശ്ചാത്തപിച്ച മട്ടിൽ അയാൾ കർട്ടനിടയിൽ നിന്ന് തല വലിച്ചു. പേടിച്ചാണ് സിബ സ്റ്റേജിന്റെ പിന്നിലേക്ക് കയറി വന്നത്. ഒരു മഹാപരാധം ചെയ്യുന്ന വിധം പിൻകർട്ടന്റെ അരികിൽ നിന്ന് അവൾ എന്നെ നോക്കി. ഞാൻ എഴുന്നേറ്റു ചെന്ന് അവളെ പിടികൂടി അരങ്ങിന്റെ ഒരരികിലേക്ക് മാറ്റി നിർത്തി. നീയല്ലേ സിബ? അവൾ അതെ എന്ന് തലയാട്ടി. കുട്ടി എവിടെ പോയിരുന്നു? അവൾ മൗനം. നീ എന്താ പാട്ട് പാടാൻ വരാതിരുന്നേ? ഞാൻ എൻ്റെ ഒച്ച പരുക്കനാക്കിയിട്ടും അവളൊന്നും മിണ്ടിയില്ല. വേഗം പറയാനാ പറഞ്ഞത്. കണ്ണുകൾ കഴിയുന്നത്ര മിഴിച്ച് ദേഷ്യം കൊള്ളുന്നതായി ഞാൻ നടിച്ചു. എന്നിട്ടും അവളൊന്നും അനങ്ങിയില്ല. അപ്പോഴേക്കും ഞാൻ ഒന്നുകൂടി ചൂടായ വിധം അവളുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചു. അത് മാഷേ. സിബയുടെ കണ്ണുകൾ ഇരുണ്ടു. അവൾ കരഞ്ഞു തുടങ്ങി. എനിക്ക് ആളെ കാണുമ്പോൾ പാടാൻ പേടിയാ. ഞാൻ അവളുടെ പുറത്തു തട്ടി സമാധാനിപ്പിക്കുമ്പോഴേക്കും PCS-ഉം MKRP-യും NNV-യും MK-യും KS-ഉം AN-ഉം EC-യും ഓടിയെത്തി. ഞങ്ങളുടെ എല്ലാം നേതാവായ PCS എന്ന PC സുധീന്ദ്രൻ അലറി. എന്താടത്? ഒലരോളാ നിന്റെ അടിയന്തരം? അപ്പോഴേക്കും കൺവീനർ വാസുദേവൻ മാഷോടൊപ്പം ഹെഡ് മിസ്ട്രസ് ശാരദാമ്മയും സ്റ്റേജിന്റെ മുകളിലെത്തി. എന്താ കാര്യം? കുട്ടി കളിക്കുന്നില്ലയോ സാറേ? ഹെഡ് മിസ്ട്രസ് തനതായ അധികാരഭാവത്തോടെ ആരാഞ്ഞു. ഇല്ല, ഞാൻ പതുക്കെ പറഞ്ഞു. എങ്കിലും ഒഴിവാക്ക് സാറേ, അടുത്ത പരിപാടി അനൗൺസ് ചെയ്യ്. ഹെഡ് മിസ്ട്രസ് നിർദ്ദേശം തന്നു. ഞാനൊന്നും പറഞ്ഞില്ല. ഹെഡ് മിസ്ട്രസും മറ്റ് അധ്യാപകരും പിരിഞ്ഞു പോയപ്പോൾ നർത്തകിയെയും പാട്ടുകാരിയെയും ഞാൻ വെറുതെ നോക്കി. സിബ കണ്ണുകൾ തുടച്ച് എന്നെ ഒന്ന് സംശയത്തോടെ ശ്രദ്ധിച്ച ശേഷം പിന്നണിക്കാർക്കുള്ള ഇരിപ്പിടത്തിലേക്ക് പോയി. അവിടെ ഹാർമോണിയവും തബലയും ട്രിപ്പിൾ ഡ്രമ്മും വയലിനും നാദരില്ലാതെ കിടക്കുന്നുണ്ട്. അവരുടെ ഉടമസ്ഥരെ ആരെങ്കിലും ഒന്ന് കാണണമെന്ന ധാരണയോടെ ഞാൻ അണിയറയിലേക്ക് പാഞ്ഞു. എൻ്റെ പിടിയിൽ ആദ്യം വീണയാൾ മേളക്കാരുടെ കൂട്ടത്തിലെ തബല വായനക്കാരനായിരുന്നു. ഒരു സഹായം ചെയ്യാമോ? ഞാൻ ചോദിച്ചു. അർത്ഥമറിയാത്ത മട്ടിൽ അയാൾ എന്നെ തന്നെ നോക്കി. എന്നിട്ട് തനിക്ക് ചുറ്റുമുള്ളതൊക്കെ പുല്ലാണെന്ന ധാരണയിൽ അയാൾ ബീഡി വലിച്ചൂതി. മറ്റാരും സഹായത്തിനില്ലാത്ത കുട്ടിയാ, വെറുതെ ഒന്ന് ഈണം കൊടുത്താൽ മതി. അയാൾ അത് കേൾക്കാൻ കാത്തു നിൽക്കാതെ മറ്റൊരാളെ എനിക്ക് ചൂണ്ടിക്കാട്ടി തന്നു. അയാളെ ഞാൻ നേരത്തെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. തൊട്ടു മുമ്പേ കഴിഞ്ഞ നാടോടി നൃത്തത്തിനിടയിൽ തലയിളക്കി നൃത്തക്കാരിയേക്കാളും പ്രകടനം പാതി അരങ്ങിലും പാതി അണിയറയിലുമായി കാട്ടിക്കൂട്ടിയ വീരനാണ്. ഞാൻ എൻ്റെ അഭ്യർത്ഥന ഒന്നുകൂടി ആവർത്തിച്ചപ്പോഴേക്കും അയാൾ വെറുപ്പോടെ മുഖം തിരിച്ചു. മാഷ് എന്തിനാ കിടന്ന് ബുദ്ധിമുട്ടണത്? ഇത് മത്സരല്ലേ, ആളും കോപ്പും ഒക്കെ ഉള്ളവർക്കല്ലേ ജയിക്കാനൊക്കത്തുള്ളൂ. അത്രയും പറഞ്ഞ് അയാൾ പുച്ഛരസത്തിലൊന്ന് ചിരിച്ചു. എന്നിട്ട് നെറ്റിയിൽ വീണ നീണ്ട മുടിയിഴകൾ വാരി ഒതുക്കി അയാൾ ചുറ്റും കൂടി നിൽക്കുന്നവരുടെ നേരെ തിരിഞ്ഞു. ആ കൂട്ടത്തിൽ അയാളുടെ ഭാര്യയും ഉണ്ടെന്ന് തോന്നുന്നു. അയാൾ മുഖം വക്കിറിപ്പിച്ച് കലാപരമായി അവളോടെന്തോ ദുസൂചന കൊടുത്തു. അവളും കൂടെയുള്ളവരും അതിൻ്റെ നാനാർത്ഥങ്ങൾ ഗ്രഹിച്ച മട്ടിൽ പൊട്ടിച്ചിരിക്കുമ്പോൾ ഞാൻ തിരിച്ച് അരങ്ങിലേക്ക് നടന്നു. സംഗീതോപകരണങ്ങൾക്കിടയിൽ ഏകയായി സിബ ഇരിക്കുന്നുണ്ട്. അവൾ പേടിയകറ്റി. എന്തും വരട്ടെ എന്ന ഭാവത്തോടെ
തൻ്റെ കുരുന്നുവായ മൈക്കിനു മുമ്പിൽ അടുപ്പിച്ചു വെച്ചിട്ടുണ്ട്. കൊച്ചു നർത്തകിയാവട്ടെ കർട്ടൻ ഉയരുമ്പോൾ നിൽക്കേണ്ട ചുവടുവെപ്പിൽ ഊന്നി നിന്ന് പുതിയൊരു ഉണർവോടെ തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു. വിധികർത്താക്കളുടെ അറിവിലേക്കായി ഒരിക്കൽ കൂടി കോഡ് നമ്പർ വിളിച്ചു പറഞ്ഞ് കർട്ടൻ ഉയർത്താൻ ഞാൻ നിർദ്ദേശം കൊടുത്തു. കർട്ടൻ ഉയരേണ്ട താമസം. നീണ്ടൊരു കൂകലോടെ സദസ്സ് നീണ്ടുനിന്ന കാത്തിരിപ്പിന്റെ പ്രതിഷേധം അറിയിച്ചു. അപ്പോഴേക്കും സിബയുടെ ചുണ്ടുകൾ ഇളകി. അവൾ പാടാൻ തുടങ്ങി. അരങ്ങിലെ കറുത്ത പെൺകുട്ടി കഴിഞ്ഞതെല്ലാം മറന്നാടാനും. എനിക്ക് എന്തൊക്കെയോ ബേജാറ് തോന്നി തുടങ്ങി. അതുവരെ മയങ്ങിക്കിടന്നിരുന്ന വിധികർത്താക്കൾ വിസ്മയത്തോടെ അരങ്ങിലേക്ക് നോക്കുന്നത് ഞാൻ കണ്ടു. സാധാരണയിൽ കവിഞ്ഞ എന്തോ ഒന്ന് അവരുടെ മുഖങ്ങളിൽ തെളിഞ്ഞു കാണായി. അവർ 3 പേരും ഉറക്കച്ചടവൊക്കെ ഉപേക്ഷിച്ച് തങ്ങളുടെ മേശമേൽ താളം കൊട്ടുന്നത് കണ്ടപ്പോഴാണ് താളത്തെക്കുറിച്ച് ഞാൻ ഓർത്തതു തന്നെ. ഞാൻ സിബയുടെ ചുറ്റും നോക്കി. ഹാർമോണിയത്തിൻ്റെ കട്ടകൾ അമരുന്നു, സ്വരം ഉണരുന്നു, തബലയിൽ താളമുതിരുന്നു, ധിം ധിമ ഉയരുന്നു, ട്രിപ്പിളിൽ കാറ്റുറയുന്നു, കുളമ്പടി കേൾക്കുന്നു, വയലിനിൽ നാദമുറയുന്നു, തേങ്ങലൊഴുകുന്നു, സംഗീതോപകരണങ്ങളിൽ പതിയുന്ന നനുത്ത വിരലുകൾ, അദൃശ്യമായ വിരലുകളുടെ ഇന്ദ്രജാലങ്ങൾ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കാൻ. അങ്ങനെ ആ കൂട്ടത്തിൽ നിന്ന് പേടിച്ചരണ്ടു നിന്ന കുട്ടികളെ കലാമേളയ്ക്ക് സജ്ജമാക്കിയ ഒരു അധ്യാപകനും സദസ്സിനെ ആകെ വിസ്മയിപ്പിക്കുന്ന 2 കുട്ടികളും. അവിടെ സൗന്ദര്യമല്ല, അവരുടെ സിദ്ധിയാണ്, അവർക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ജന്മവാസനയാണ് കല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് കുട്ടികൾ കാഴ്ചവെച്ചത്. ഇത്തരം കുട്ടികളെ കണ്ടെത്തുന്ന അധ്യാപകർക്ക്, അധ്യാപക മനസ്സിന് നന്ദി നേർന്നുകൊണ്ട് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ TN പ്രകാശ് എന്ന കഥാകൃത്തിന്, അധ്യാപകന് നമുക്ക് ആത്മശാന്തി നേരാം.